നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണമാണ് കുരുക്കിനിടയാക്കിയത്. തൃശൂരിൽ പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് കസ്റ്റഡിയിൽ. AMVI CJ ഷോണിന്റെ സഹോദരന്റെ ബസ്സാണ് RTO എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ആഘോഷം നാളെ. ശനിയാഴ്ച പള്ളിവേട്ട. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ 7ാം ഉത്സവം ഭക്തിനിർഭരമായി. പീച്ചി ഡാം റിസർവോയറിൽ ചെളിയിൽ കുടുങ്ങിയ കുട്ടിയാന ചരിഞ്ഞു. ആനയെ രക്ഷിക്കുവാനുള്ള വനം വകുപ്പ് അധികൃതരുടെയും വെറ്റിനറി ഡോക്ടർമാരുടെയും ശ്രമം വിഫലമായി. അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാർഷിക വിളകളും വീടും നശിപ്പിച്ചു. രാജീവ് എന്നയാളുടെ വീടിന്റെ പിൻഭാഗമാണ് ആന തകർത്തത്. വടക്കാഞ്ചേരി അകമലയിൽ 3 കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചെപ്പലക്കോട്, തൂമാനം, പട്ടാണിക്കാട് റോഡ് എന്നീ പ്രദേശങ്ങളിലാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. കേച്ചേരി പട്ടിക്കരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വളാഞ്ചേരി പാങ് സ്വദേശി മുസ്തഫ, ചന്ദ്രാപ്പിന്നി എടത്തുരുത്തി സ്വദേശി അദിദാൻ, കേച്ചേരി ആയമുക്ക് സ്വദേശികളായ ഹരിപ്രസാദ്, ഭാര്യ അനിത എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തൃശൂർ അക്വാറ്റിക് കോംപ്ലക്സ് അങ്കണത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. യുവാവിനെ വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ പൈങ്കുളം ഉന്നത്തൂർ മാരിയമ്മ കോവിലിന് സമീപം താമസിക്കുന്ന കരിയർക്കോട് വീട്ടിൽ ശിവന്റെ മകൻ 27 വയസ്സുള്ള ജിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ കവിത പൂത്ത കാലം എന്ന പേരിൽ കവിതാലാപന ചർച്ച സംഘടിപ്പിച്ചു. സാഹിത്യകാരായ നഫീസത്ത് BV, അനിൽകുമാർ കോലടി, ചന്ദ്രമോഹൻ കുമ്പളങ്കാട്, സണ്ണി തെക്കത്ത്, ഗൗരി കല്യാണി തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി മണലിപ്പാൽ സൊസൈറ്റിക്ക് സമീപം തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. മണലി സ്വദേശികളായ ഷാലിമാർ, ഷെഫീഖ്, മകൻ യഹിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 22ാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ കാർ വൈദ്യുതി തൂണിലിടിച്ച് അപകടം. തൃശൂർ കോർപ്പറേറ്റീവ് ആശുപത്രിക്ക് മുന്നിലാണ് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചികിത്സയിൽ കഴിയുന്ന വ്യാപാരിക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകി വ്യാപാരി വ്യവസായ ഏകോപന സമിതി, പാഞ്ഞാൾ പഞ്ചായത്ത് യൂണിറ്റ് കമ്മിറ്റി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാഞ്ഞാൾ പഞ്ചായത്തിന്റെ യൂണിറ്റിൽപ്പെട്ട ഷമീർ ഹസൻ കിളിമംഗലത്തിനാണ് സഹായം നൽകിയത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഹരിത പച്ചക്കറി ഉൽപാദക സമിതിയുടെ നേതൃത്വത്തിൽ കുക്കുംബർ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും കലാസാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന സക്കീർ ഹുസൈന്റെ ഡോക്യുമെന്ററിയായ ആൾപൂരത്തിന്റെ ആദ്യ പ്രദർശനം നാളെ നടക്കും. ഡോക്യുമെന്ററി നാളെ വൈകിട്ട് 5-ന് സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ പ്രദർശിപ്പിക്കും. സംസ്ഥാനത്ത് 1 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1560 രൂപ കുറഞ്ഞ് 68,880 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 8610 രൂപയുമായി. അസോസിയേഷൻ ഓഫ് സർജൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ 48ാമത് സംസ്ഥാന സമ്മേളനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിനകത്തും പുറത്തും നിന്നായി 1000ഓളം സർജൻമാർ പങ്കെടുക്കും. കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക്കിന്റെ സംസ്ഥാന പ്രവർത്തക സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. രമേശ് ചെന്നിത്തല MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ തദ്ദേശ ജീവന സംരക്ഷണ യാത്രയ്ക്ക് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ജില്ലാതല സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു.
ദേശീയ ഫോറൻസിക് ദിനാചരണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച അമലയിൽ ഫോറൻസിക് ശില്പശാലയും ഡോക്ടർ MR ചന്ദ്രൻ പ്രഭാഷണവും സംഘടിപ്പിക്കും. പ്രതീകാത്മക കോടതി മുറിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോനും അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ലൂയിസ് അറക്കലും ചേർന്ന് നിർവഹിക്കും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് വേലൂർ പഞ്ചായത്തിൽ സ്വീകരണം നൽകി. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക SN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ആസ്ഥാനമായുള്ള മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ശനിയാഴ്ച സൗജന്യ കരിയർ കൌൺസിലിംഗ് സംഘടിപ്പിക്കും. ആളൂരിലെ ബാങ്ക് ഹാളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ നടക്കുന്ന കരിയർ കൌൺസിലിംഗിൽ SSLC +1, +2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ICDSന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തൃശൂർ ജില്ലാതല പോഷൻ പക്വാട സമാപന പരിപാടി പഴയന്നൂർ കുമ്പളക്കോട് മാട്ടിൻമുകൾ ഉന്നതിയിൽ നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുൻ ജഡ്ജി ഡോക്ടർ PN വിജയകുമാർ രചിച്ച 7ാമത് കവിതാ സമാഹാരമായ സൗഹൃദം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് രമേശ് ചെന്നിത്തല പുസ്തക പ്രകാശനം നിർവഹിച്ചു. KPCC സംസ്കാര സാഹിതി നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് കിഴക്കൂട്ടിനെ മുൻ നിയമസഭാ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രവീൺ ആഞ്ചേരി, പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷനിൽ പെരുവനം എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ 1ാം ക്ലാസ് അധ്യാപകർക്ക് സുംബ ഡാൻസ് പരിശീലനം. വിവിധ BRCയുടെ കീഴിലുള്ള 450 അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.